ഇതൊന്ന് തുറന്നു നോക്കുക. എൻ്റെ മക്കളെ, എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ഹായ് ഫ്രണ്ട്സ്, ചിരുളി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? യൂട്യൂബിൽ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു അടിപൊളി സംഭവമാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോണേ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ അതാ റെഡിയാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനൊരു അടിപൊളി പേരിട്ടിട്ടുണ്ട്, അണ്ടിപ്പിണ്ടി മാങ്ങ. നമുക്ക് വേഗം ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മൾ 5 തരത്തിലുള്ള അടിപൊളി അണ്ടിപ്പിണ്ടി മാങ്ങകളാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനിതാ അടിപൊളി 5 മാങ്ങ, പച്ച മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാങ്ങയല്ല കേട്ടോ, അത് ഫാഷൻ ഫ്രൂട്ടാണേ. നമ്മളെ വീട്ടിലുണ്ടായപ്പം ഞാൻ അങ്ങനെ അവിടെ പറിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റിയേക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ പച്ച മാങ്ങേനെ നല്ലോണം മൂത്ത പച്ച മാങ്ങ ആവണം കേട്ടോ ഇതിന് വേണ്ടത്. ഈ പച്ച മാങ്ങേനെ നമ്മൾ നല്ല പോലെ ഒരു കല്ലിൽ വെച്ചിട്ട് ഇടിച്ച് ചതച്ച് ജ്യൂസി ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പരിപാടി ചെയ്യാം. അപ്പം നമ്മൾ ഈ മൂത്ത മാങ്ങേനെ, അതായത് നല്ലോണം മൂത്ത് നിൽക്കുന്ന മാങ്ങയാണ്, പഴുത്ത മാങ്ങ ആവരുത് കേട്ടോ. നമ്മളെന്താ ചെയ്യാൻ പോകണം അറിയോ? ഇതേപോലെ നല്ലൊരു വൃത്തിയുള്ള കല്ലെടുത്തിട്ട് ഇങ്ങനെ ചതക്കുകയാണ് വേണ്ടത്, പൊട്ടിക്കാതെ ഇങ്ങനെ ചതച്ചെടുക്കുക. ഇപ്പോൾ ഫുള്ള് ചതയണം കേട്ടോ, അതായത് തൊലി പൊട്ടിപ്പോരരുത്. ഇതിൻ്റെ ഉള്ളൊക്കെ ഇവിടെ ഇങ്ങോട്ട് ജ്യൂസി ആയിട്ട് ഇങ്ങോട്ട് ആവണം. നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇടിച്ചതിന് ശേഷം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ജ്യൂസി ആയിട്ടുണ്ടെന്ന്. ആ സമയം വരെ നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതാ ഈ മാങ്ങേനെ നമ്മൾ നല്ല പോലെ ചതച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഞെക്കണ് കാണില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞെങ്ങിപ്പോണു. ഈ രീതിയിലാവണം. ഇപ്പോൾ ഒരു പഴുത്ത മാങ്ങയൊക്കെ എടുത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ആവില്ലേ, ആ രീതി വരെ നമ്മൾ ചതച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാങ്ങകളും നമ്മൾ ചതയ്ക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതാ 5 മാങ്ങ ഇങ്ങനെ ചതച്ചത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയോ? ഇതൊന്നൊരു നല്ലൊരു മാങ്ങ എടുത്തിട്ട് ഒരു കത്തി എടുത്തിട്ട് നല്ല പോലെ മുറിക്കുമ്പോൾ ഈ അണ്ടീൻ്റെ അടുത്തത് നമുക്ക് മനസ്സിലാവുമല്ലോ, കത്തി ഇങ്ങനെ തട്ടുമ്പോൾ അത്രമാത്രം മുറിച്ചാൽ മതിയേ, മൊത്തത്തിൽ മുറിച്ചെടുക്കരുത്. അത് കണ്ടോ, അത്രയും മുറിക്കുക മാങ്ങേനെ. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ തിരിക്കുക. അപ്പം തന്നെ കണ്ടോ ജ്യൂസ് ഇങ്ങനെ ഒഴുകിപ്പോണു. അപ്പോൾ അതാ 2 ഭാഗമാക്കി എടുത്തില്ല നമ്മൾ മാങ്ങ. അപ്പോൾ ഇതിൽ കണ്ടില്ല ഇതിൻ്റെ ഈ മാങ്ങേൻ്റെ ജ്യൂസൊക്കെ കാണുന്നത്. ഇനി ഇത് തൽക്കാലം അവിടെ വെച്ചിട്ട് ഇതിലാണ് നമ്മൾ ഫസ്റ്റ് സംഭവം ചെയ്യാൻ പോണേ. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മളിതാ കുറച്ച് മുളക് പൊടി ആയിട്ട് എടുക്കണേ. അപ്പോൾ മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട്. ഞാൻ ആദ്യം എടുത്ത് കുറച്ച് കൂടിപ്പോയി, അപ്പോൾ ഞാൻ കുറച്ച് അയക്കാൻ ഇട്ടു. അപ്പോൾ അത് അത്രയും മുളക് പൊടിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഈ ജ്യൂസിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. എന്നിട്ട് നമ്മൾ എന്താ എടുക്കണ അറിയാം, ഞാൻ അടുത്ത് ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ വേണം. അപ്പോൾ ഉപ്പും കൂടി ഇടുക. അപ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കണേ. നമ്മളെന്താ ചെയ്യാൻ പോകണം അറിയോ? നമ്മൾ ആദ്യം എടുത്തില്ലേ ഈ രണ്ടി, അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. ഇതിങ്ങനെ തിരിക്കണേതാ, ഇങ്ങനെ തിരിക്കുക. നമ്മളൊരു മിക്സീൻ്റെ ജാറിൻ്റെ രീതിക്ക് ഇതിനിട്ട് ഇങ്ങനെ തിരിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊന്ന് തുറന്നു നോക്കുക. എൻ്റെ മക്കളെ, എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. കണ്ടില്ലേ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ. വായിൽ ഇനി ഞാനിത് കഴിക്കാൻ പോവാണ്, ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനവിടെ വെക്കട്ടോ, ഇങ്ങനെ വേറെ പണിയുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ പാത്രമൊന്നും എടുക്കാൻ ഞാൻ പോകണില്ല, എൻ്റെ കൈക്ക് തന്നെയാണ് ഞാൻ ഒഴിക്കണേ. അപ്പോൾ അതാ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒഴിക്കുകയാണ്. എല്ലാവരും കണ്ടോളി. ഇതാണ് മക്കളെ മാങ്ങ ജ്യൂസ്. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല കേട്ടോ, രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റ് ആറാ, ഒരുമാതിരി ടേസ്റ്റ്. ഒരു രക്ഷയില്ല. എന്താ ഞാൻ അതിനെക്കുറിച്ച് പറയാ, എൻ്റെ അമ്മയോ. നമ്മൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണു. പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ജ്യൂസല്ലേ കുടിക്കണുള്ളൂ. അപ്പോൾ ഏത് പ്രായമുള്ളവർക്കും കുടിക്കാം. കാരണം അതിങ്ങനെ കടിച്ച് പൊട്ടിച്ച് തിന്നുമ്പോൾ ഒരു പല്ലിങ്ങനെ ഒരു തരം പുളിപ്പുണ്ടാവില്ലേ. കുറച്ചൊക്കെ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് പിന്നെ അത് ഓക്കെ. നമ്മൾ ചെറിയ കുട്ടികളെന്ന സമയത്തൊക്കെ ഒരുപാട് മാങ്ങ ഇതേപോലെയല്ല നമ്മൾ വേറെ കട്ടൊക്കെ ചെയ്തിട്ടും ഇതേപോലെയൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയാണ്. ഇതേപോലെ നല്ലോണം ഇങ്ങനെ ഞെരടണം കേട്ടോ, നല്ല അതിൻ്റെ ഉള്ളിൽ ആ ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. എന്നിട്ടിങ്ങനെ കൈക്ക് ഇങ്ങനെ ഒഴിക്കന്നെ.
വേറെ പാത്രമൊന്നും വേണ്ട, നമ്മളെ കൈ തന്നെ മതി. എന്നിട്ട് കുടിക്കുക. അപ്പോൾ ഒന്ന് ഈ രീതി. ഇനി അടുത്ത രീതി നമുക്ക് രണ്ടാമത്തെ രീതി ഞാൻ കാണിച്ചു തരാം. ഇതാ രണ്ടാമത്തെ രീതിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ അതേ രീതിക്ക് തന്നെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ മാങ്ങയിൽ ഇനി എന്താ ഇടാൻ പോണേ അറിയോ? ചെറുനാരങ്ങയും പച്ചമുളകാണ് ഇട്ടിടാൻ പോണേ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല പോലെ ചതച്ച് കൊണ്ടുവന്ന പച്ചമുളകാണ്. അപ്പോൾ അതിന് കുറച്ച് കോരിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുക്കട്ടോ. അതിൽ നമ്മൾ ചെറുനാരങ്ങ നീരാട്ടോ ഒഴിക്കണേ, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊഴിച്ചു. ഇനി കുറച്ച് ഉപ്പ് അതിട്ടു. ഇനി നമ്മളെ മിക്സിങ് തുടങ്ങാം. ആദ്യത്തെ കഷ്ണയിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലെ ഇങ്ങനെ 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 ചെയ്യാം. എന്നിട്ട് കൈക്ക് എടുക്കുക. എടുത്തിട്ട് ഒരു മര്യാദ ഇല്ലാത്ത ടേസ്റ്റ് ആയിപ്പോയി. എല്ലാ ടേസ്റ്റും കിട്ടും, അടിപൊളി. ആ പച്ചമുളകിൻ്റെയും ആ ചെറുനാരങ്ങേൻ്റെയും ഉപ്പിൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ പാടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരികയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു മര്യാദ ഇല്ലാത്ത ടേസ്റ്റ്. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയതും ഇപ്പം ഉണ്ടാക്കിയതും കൂടി വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ഇതാട്ടോ ഇഷ്ടമായത്, രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ഉണ്ടാക്കി വെക്കാം. അപ്പം നമ്മൾ മൂന്നാമത്തെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ആ മാങ്ങ മുറിക്കുകയാണ്. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് ഇങ്ങനെ തിരിക്കണേ. മുഴുവൻ ജ്യൂസി ഇങ്ങോട്ട് പിഴിഞ്ഞിങ്ങോട്ട് എടുക്കുക. ഇതിൽ നമ്മൾ എന്താ ചേർക്കാൻ പോകണം അറിയോ? കുരുമുളക് കേട്ടോ. കുരുമുളക് നല്ല പോലെ പൊടിച്ച കുരുമുളക് അതിന് കുറച്ചെടുക്കുക. അപ്പം നമ്മൾ ഇട്ട മുളകുകളൊക്കെ അത്യാവശ്യം എരിവുള്ളതാണേ. അപ്പോൾ അവനാൻ്റെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ആ കുരുമുളക് നമ്മൾ ഇതിലിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതിട്ടു. നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. ഈ മിക്സിങ്ങാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് കേട്ടോ. അതായത് ഈ അണ്ടി കൊണ്ട് തന്നെയാണല്ലോ നമ്മളിതാ അങ്ങനെ മിക്സ് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളിതിന് അണ്ടിപ്പിണ്ടി മാങ്ങ എന്നുള്ള പേരും കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ മിക്സിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ നീരൊക്കെ വീണ്ടും നമ്മളൊന്നും കൂടി ഇതിലുള്ളതിന് മാക്സിമം അതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിങ്ങനെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി ഈ സത്ത് നമ്മൾ കുടിച്ച് വെക്കണേ. മാരക ടേസ്റ്റ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണ്ട്. ഇതും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ 3 ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഏറ്റവും ഇഷ്ടമായത്. പച്ചമുളകും ചെറുനാരങ്ങയും ഇട്ടുണ്ടാക്കിയത്. അപ്പോൾ അതാ നാലാമത്തെ നമ്മൾ കട്ട് ചെയ്തു, അതുപോലെ തന്നെ തിരിച്ചു എടുത്തു. ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇടിച്ചതേ കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല. ഇതിക്ക് നമ്മൾ എന്താ ഇടാൻ പോണേ അറിയോ? പച്ചമുളക് ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ഉപ്പുമാണ് ഇടാൻ പോണേ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ്. വീണ്ടും നമ്മളെ അണ്ടി കൊണ്ട് ഇങ്ങനെ ഇതാ നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്യണേ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കല്ലിലൊക്കെ അരച്ചുണ്ടാക്കണ ചമ്മന്തി ഇല്ലേ, ഉള്ളി ചമ്മന്തി, അതന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വീട്ടിലുള്ള കളിയിലാട്ടോ ആ രണ്ടാമത് ഉണ്ടാക്കിയത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ അത് കരുതി ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, എൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടേസ്റ്റ് ആവില്ലല്ലോ മറ്റുള്ള ഒരാൾക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ ഏതാണ് ഏറ്റവും ടേസ്റ്റ് എന്നുള്ളത്. അപ്പം അറിയാം എനിക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെയോ അഞ്ചാമത്തെ ആയിട്ടുള്ള മാങ്ങ എടുക്കാൻ പോവാണ്. ഇതാ അരിയാണ്. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ മാങ്ങ നമ്മൾ നല്ല പോലെ ഇതാ മുറിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെ നമ്മൾ എരിവ് ഇഷ്ടമുള്ളവർക്കുള്ളതാണ് ഉണ്ടാക്കിയത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ 4 ഐറ്റംസും. ഇപ്പം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ മധുരം ഇഷ്ടമുള്ളവർക്കാണ്. അപ്പോൾ ഞാൻ ഇത്രയും എരിവ് തിന്നിട്ട് എനിക്ക് ഇവിടെയൊക്കെ നല്ലോണം എരിയുന്നുണ്ട്. അപ്പം മധുരട്ടും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനെന്താ വേണ്ട അറിയോ? ഇതേപോലെ ജ്യൂസ് എടുത്തില്ല, നമ്മൾ ജ്യൂസിക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും പഞ്ചസാരയും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ അത്യാവശ്യം ഒരു സ്പൂൺ പഞ്ചസാര കേട്ടോ, ചെറിയ സ്പൂണാട്ടോ, അതിടാണേ. ഇനി കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ചെറുനാരങ്ങേൻ്റെ നീര്. ഇത് സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് കുറച്ച് സമയം മിക്സ് ചെയ്യണം, കാരണം പഞ്ചസാര ഉരുകാനൊരു ഇത്തിരി സമയം വേണമല്ലോ. ഉപ്പാണെന്നുണ്ടെങ്കിൽ വേഗം ഉരുകല്ലോ. അപ്പോൾ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഈ പഞ്ചസാരയും ആ ചെറുനാരങ്ങ നീരും ഈ മാങ്ങേൻ്റെ ജ്യൂസും ഒക്കെ പാടെ കൂടിയിട്ട് അടിപൊളിയായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പുളിയും മധുരവും എന്താ പറയുക, നല്ല രസമുണ്ട്. മനുവിൻ്റെ കൊതി തന്നെയാണിത്. അല്ലെങ്കിൽ ഇവരെ നെറുകും തലേ കയറൂല. ഇതുവരെ മനു എങ്ങനെയൊക്കെയാ പിടിച്ചു നിന്നെന്നുള്ള ഇപ്പം അതിനുള്ള തെളിവാണ് എനിക്ക് ഈ തരിപ്പ് പോയത്. ഈ കഴിക്കുമോ? അത് ശരി തന്നെയാണ്. ഇത് കുറച്ച് അധികം കഴിക്കട്ടെ കേട്ടോ ഞാൻ, കാരണം എനിക്ക് നല്ലോണം എരിയുണ്ടായിരുന്നു. കുറച്ച് കഴിക്കും കൂടി ഇരിക്കുക. ഏതായാലും നമ്മളെ പാഷൻ ഫ്രൂട്ടും കൂടി നമ്മൾ പറിച്ചതല്ല അതിൻ്റെ കൂട്ടത്തിൽ, വെറുതെ കെടുത്തി കളയണ്ടല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ലതാണ്, കൊറോണയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല വിറ്റാമിൻസൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് മുറിച്ച് കഴിക്കുക അല്ലേ. നല്ല പഴുത്തതാട്ടോ. ഇത് കുറച്ച് ഇത് കഴിക്കേണ്ട രീതി എങ്ങനെ എല്ലാവർക്കും അറിയില്ലേ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. പഞ്ചസാര ഇങ്ങോട്ട് എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. നഹണക്ക് അപ്പം നമ്മൾ ഈ അണ്ടിപ്പിണ്ടി മാങ്ങ യൂട്യൂബിൽ ആദ്യമായിട്ടാണ്, ആർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മാങ്ങയൊക്കെ ഇപ്പോൾ നല്ലോണം കിട്ടുന്ന സമയമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള കോമാങ്ങ എന്നാട്ടോ പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് എഴുതാം. അത് കുറച്ച് വലിയ മാങ്ങകൾ ഏതും എടുക്കാം കേട്ടോ. ചെറുത് ആകുമ്പോൾ ഈ അണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വലിയ മാങ്ങകൾ ഏത് മാങ്ങയും എടുക്കാം അതിന്. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തൊട്ടെടുക്കണം, എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും അണ്ടിപ്പിണ്ടി മാങ്ങ ടാറ്റാ.